വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ഷാലോം, കോഫി വിത്ത് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം വായിക്കുമ്പോഴത്തേക്കും സാധാരണ ഉണ്ടാകാറുള്ള ഒരു ഡൗട്ടാണ്, ഈ മരം പറിച്ചെടുത്ത് കടലിൽ കൊണ്ട് നട്ടിട്ട് എന്താ കാര്യം? വൻമലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കാൻ പറഞ്ഞിട്ട് എനിക്കെന്താ കാര്യം? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ലിറ്ററലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കാര്യവുമില്ല. ലൂക്കാ സുവിശേഷത്തില് ശിഷ്യന്മാര് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന്. കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് അടിപൊളി. എടാ വലിയ വിശ്വാസത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കടുക് മണിയോളം ചെറുത് മതി, പക്ഷെ അത് ഫേം ബിലീഫ് ആയിരിക്കണം, സത്യമുള്ളതായിരിക്കണം, സംശയിക്കാത്തതായിരിക്കണം. ചെറുതായാലും റിയൽ ഫെയ്ത്ത് ആണെങ്കിൽ ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയോട് നമ്മെ അത് കണക്ട് ചെയ്യും. ഇതാണ് അതിന്റെ രഹസ്യം. എൻ്റെ വിശ്വാസം എത്ര വലുതാണ് എന്ന് കണക്കിലെടുക്കുന്നതിലും നല്ലത് എൻ്റെ ദൈവം എത്ര വലിയവനെന്ന തിരിച്ചറിവല്ലേ. ഒരു കുഞ്ഞ് അപ്പന്റെ കൈ പിടിച്ച് തിരക്കുള്ള റോഡിൽ കൂടെ നടക്കുമ്പോൾ അവനെ ട്രാഫിക്കിന് ഭയമില്ല, അപകടം ഭയമില്ല, മറ്റാരെങ്കിലും പിടിച്ചോണ്ട് പോകുമെന്നുള്ള ടെൻഷനില്ല, മഴ വരുവോ നനയുവോ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ആള് നല്ല ഫ്രീ ആയിട്ട് ഹാപ്പി ആയി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കുഞ്ഞിന്റെ ചെറിയ കയ്യിലല്ല അവന്റെ വിശ്വാസം, അപ്പന്റെ ശക്തമായിട്ടുള്ള കൈയുടെ പിടിയിലാണ് അവന്റെ ഉറപ്പ്. യേശു ലൂക്ക 17:6 പറയാണ്, ഈ സിക്കമൂർ മരത്തിനോട് ഇവിടെ നിന്ന് ഇളകി കടലിൽ ചെന്ന് വീഴാൻ അല്ലെങ്കിൽ കടലിൽ ചെന്ന് നടാൻ പറഞ്ഞാൽ അത് നടും. അങ്ങനെ സംഭവിക്കും. ഇതിപ്പോ കടലിൽ മരം നടാൻ പറ്റുമോ? മലയോട് കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് അനുസരിക്കുമെന്ന്. ഇതുകൊണ്ട് എനിക്കെന്നാ ഗുണം? സഹോദരരെ, ഇതൊരു മെറ്റഫറാണ്, ഉപമയാണ്. മരത്തെ കടലിൽ നടുന്ന കാര്യമാണോ? NIV-യിൽ പറയുന്നത് മൾബറി മരം എന്നാണ് കേട്ടോ. ഈ മൾബറി മരത്തെ ഇവിടെ നിന്ന് ഇളക്കി കടലിൽ ചെന്ന് നടാനായിട്ട് പറഞ്ഞാൽ അത് അനുസരിക്കുമെന്നാണ്. മൾബറി മരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വളരെ ആഴമുള്ള വേരുകളുള്ള ഒരു ചെടിയാണ്. സാധാരണ ഒരു മനുഷ്യൻ വലിച്ചു പറിക്കാൻ ശ്രമിച്ചാലും പിഴുതു വരില്ല അത്. ആത്മീയമായ അർത്ഥം ഇതാണ്, മനുഷ്യന്റെ ശക്തിക്കോ ബുദ്ധിക്കോ കീഴടങ്ങാത്ത എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പാപങ്ങൾ, ചില അടിമത്തങ്ങൾ, മനസ്സിനേറ്റ ചില എത്ര ശ്രമിച്ചിട്ടും വേരൂന്നി വളരുന്ന എൻ്റെ ചില ദുസ്വഭാവങ്ങൾ, ഇവയൊക്കെ ഉറച്ച വിശ്വാസം മൂലം പിഴുതെടുക്കാൻ നിനക്ക് സാധിക്കുമെന്ന് കർത്താവ് പഠിപ്പിക്കുക, ഉറപ്പ് തരിക. ഈ എത്ര വേരൂന്നി, എത്ര നാളുകളായിട്ട് എൻ്റെ ഹൃദയത്തിൽ വേരൂന്നി വളർന്നിരിക്കുന്ന പാപമായുള്ള സിക്കിമൂർ മരത്തെ പിഴുതെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന്. ഉറച്ച വിശ്വാസം മൂലം പിഴുതെടുക്കാൻ സാധിച്ചാൽ പിന്നെ അത് ചെയ്യേണ്ടത് കടലിൽ നടുന്ന കാര്യമാണ്. കടലിൽ എന്തിനാ നടുന്നത്? ഒരു ചെടിക്ക് സ്വാഭാവികമായി വളരാനാകാത്ത സ്ഥലമാണ് കടല്, അസാധ്യതകളുടെ പ്രതീകം. എൻ്റെ ഹൃദയത്തിൽ ഇത്തരം വേരൂന്ന് നിൽക്കുന്ന ചില മരങ്ങൾ, ചില ചെടികൾ ചുവടോടെ ഇളക്കിയെടുത്താൽ പിന്നെ ചെയ്യേണ്ടത് അത് തൊട്ടടുത്ത് നടുകയല്ല, കടലിൽ നടുക. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? ഉപ്പുവെള്ളത്തിൽ നട്ടാൽ ഏത് ചെടിയാണെങ്കിലും, കരയിലുള്ള ഏത് ചെടിയാണെങ്കിലും അത് കിളിർക്കത്തില്ലെന്ന് മാത്രമല്ല, അത് സമൂലം ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ ചീഞ്ഞു പോകും. അതായത് ദൈവം ക്ഷമിച്ച പാപം ഇനി ജീവിതത്തിൽ വീണ്ടും വരാൻ ഇടവരാത്ത വിധം നിനക്കൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്, അത് കടലിൽ നടണം. പിന്നെയും നിന്റെ അടുത്ത് കൊണ്ടുപോയി നടല്ലേ, കടലിൽ നടണമെന്ന്. ബൈബിളിൽ കടൽ പലപ്പോഴും ആഴം, മറവ് എന്നിവയെ സൂചിപ്പിക്കുന്നു അല്ലേ? മിക്ക പ്രവാചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സകല പാപങ്ങളെയും കടലിന്റെ അഗാധത്തിലേക്ക് തൂത്തെറിയുമെന്ന്. മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇടർച്ച വരുത്തുന്നവനോട് കർത്താവ് പറഞ്ഞില്ലേ, ആരെങ്കിലും നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അവന് ഏറ്റവും നല്ലത് അവന് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിന്റെ അഗാധത്തിലേക്ക് തന്നെത്താൻ എറിയപ്പെടുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളും പർവ്വതം പോലെ മുന്നിലുണ്ടെങ്കിലും അതിനെയും നിന്റെ ജീവിതത്തിൽ നിന്ന് ഇളക്കിയെടുത്ത് ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാത്ത രീതിയിൽ കടലിന്റെ അഗാധത്തിലേക്ക് എറിയാൻ, നമ്മുടെ പ്രശ്നങ്ങളെയും പാപങ്ങളെയും ശാപങ്ങളെയും എടുത്തെറിയുവാൻ ഒറ്റ കാര്യം മതി, ചെറിയ ഒരു വിശ്വാസം മതി. പക്ഷെ അത് ഉറപ്പുള്ളതായിരിക്കണം, സംശയമില്ലാത്തതായിരിക്കണം.
ഈ വചനം അസാധ്യതകളോട് സംസാരിക്കാൻ നമ്മെ ധൈര്യം നൽകുന്ന വചനമാണ്. ചെറുതായാലും സാരമല്ല, ഉറച്ച വിശ്വാസം നിന്നെ വിശുദ്ധിക്ക് ബാധിക്കുന്ന ഏത് മരങ്ങളെയും ചുവടോടെ പിഴുതെറിയാൻ നിനക്ക് സാധിക്കും. പ്രാർത്ഥിച്ചാലോ? ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, എന്നിലുള്ള പാപത്തിന്റെ ചെടികൾ, മരങ്ങൾ വേരോടെ പിഴുതെറിയുവാൻ നിന്റെ കൃപ എനിക്ക് വേണം അപ്പാ. ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം കടലിലേക്ക് എറിയാനുള്ള ആഗ്രഹവും ഉറച്ച വിശ്വാസവും കൃപയാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിശ്വാസം ചെറുതെങ്കിലും ദൃഢതയുള്ളതാകട്ടെ, സത്യമുള്ളതാകട്ടെ. ആമേൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്ക്